മാത്രമല്ല നമുക്ക് ഇന്ന് മേജർ ആയിട്ടുള്ളൊരു ന്യൂസ് ഇവൻ്റ് ഉണ്ട്. ഒരു നൈറ്റ് 11:30 ആകുമ്പോൾ FOMC മീറ്റിംഗ്സ് ഉണ്ട്. സോ ഇതൊരു ഹൈ ഇമ്പാക്റ്റ് മൊമെൻ്റ് ഉള്ള ന്യൂസ് ആയിരിക്കും. ഹായ് ഓൾ, വെൽക്കം ടു പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ്. ഇറ്റ്സ് മീ രാഹുൽ ബഷീർ, യുവർ ഫോറക്സ് മെൻറ്റർ. സോ നമുക്ക് ഇന്ന് മാർക്കറ്റ് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഫോള് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് നമ്മളിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇന്നലെ ഇന്നായിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള ട്രേഡ്സ് മെമ്പേഴ്സിന് കൊടുത്ത് അവർ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് എടുത്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ അധികമുള്ളൊരു സന്തോഷം, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം നമുക്കുണ്ട്. സോ നമുക്ക് ഗോൾഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ ഓൾറെഡി ഒരു സെറ്റപ്പ് ആയിരുന്നത് ഒരു TP2 വരെ ഹിറ്റായിട്ട് അതിന് ശേഷം മാർക്കറ്റ് മുകളിലേക്ക് പോയി ആൻഡ് അപ്പ് സൈഡിലെ ഒരു ലിക്വിഡിറ്റി കളക്ട് ചെയ്തതിന് ശേഷമാണ് പിന്നെ പ്രൈസ് ഡ്രോപ്പ് ആയത്. ആൻഡ് ഇന്ന് കാലത്ത് ഏഷ്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 1 ഹവറിൻ്റെ FEG ഏരിയയിലേക്ക് പ്രൈസ് വന്നതിന് ശേഷം നമുക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു സെൽ സെറ്റപ്പ് ഇവിടെ ഫൈൻഡ് ചെയ്തായിരുന്നു. അത് നമ്മൾ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് എല്ലാവരും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു നമ്മൾ മോർണിംഗ് ഒരു സെൽ സെറ്റപ്പ് ഫൈൻഡ് ചെയ്തത്. അതിന് ശേഷം നമ്മൾ ഇവിടെ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. SL, TP1, TP2. അതുപോലെ തന്നെ ഒരു ഉച്ചയ്ക്ക് 2 മണിയായപ്പോഴേക്കും ഫുൾ TP ഹിറ്റായി. സോ വെരി ഹാപ്പി വിത്ത് ദാറ്റ്. സോ നമുക്ക് ഇനി ഗോൾഡിൻ്റെ നെക്സ്റ്റ് മൂവ്മെൻറ്റം എങ്ങോട്ടാണെന്ന് നോക്കാം. ക്ലിയർലി ഒരു പക്ക ബെയറിഷിലായിട്ട് തന്നെയാണ് ഗോൾഡ് നിൽക്കുന്നത്. ആൻഡ് ഈ കാണുന്ന ഒരു വോളിയം ഇംബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു 1 ഹവറിൻ്റെ ഓർഡർ ഫ്ലോ നമുക്ക് ഇതിൻ്റെ താഴത്തേക്ക് കാണാനായിട്ട് സാധിക്കും. ആ ഏരിയയിൽ നിന്ന് നമുക്കൊരു റിയാക്ഷൻ കിട്ടും എന്നല്ലാതെ അവിടെ നിന്നുള്ളൊരു മാസീവായിട്ടുള്ളൊരു പുഷ് മുകളിലേക്ക് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം ഓൾറെഡി ഗോൾഡിൻ്റെ ഒരു ബയാസ് എന്ന് പറയുന്നത് സെൽ സൈഡിലേക്കാണ്. മാത്രമല്ല നമുക്ക് ഇന്ന് മേജർ ആയിട്ടുള്ളൊരു ന്യൂസ് ഇവൻ്റ് ഉണ്ട്. ഒരു നൈറ്റ് 11:30 ആകുമ്പോൾ FOMC മീറ്റിംഗ്സ് ഉണ്ട്. സോ ഇതൊരു ഹൈ ഇമ്പാക്റ്റ് മൊമെൻ്റ് ഉള്ള ന്യൂസ് ആയിരിക്കും. സോ നിങ്ങളൊരു ന്യൂയോർക്ക് മാർക്കറ്റിലൊക്കെ ട്രേഡ് എടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു 10 o'clock ആകുമ്പോഴേക്കൊക്കെ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് മാറുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കാരണം ആ ഒരു ന്യൂസ് ഇവൻ്റ് ഏത് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല. എപ്പോഴും ആ ന്യൂസ് ഇവൻ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഒരു ട്രേഡ് അപ്രോച്ച് ചെയ്യുക, അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കാണുന്ന 2 ഏരിയയിൽ നിന്നൊരു റിയാക്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക. ഈ കാണുന്ന ഏരിയയിൽ നിന്ന് ഒരു ബൈ റിയാക്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മിനിമം ഹൈയിൽ നിന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുന്നതായിരിക്കും നല്ലത്. കാരണം എക്സ്ട്രീംലി ബെയറിഷിലാണ് ഇപ്പോൾ ഗോൾഡ് നിൽക്കുന്നത്. ആൻഡ് ഈ 2 ഏരിയയും പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ 3900 ആൻഡ് 3500 ഏരിയയിലേക്ക് ഗോൾഡ് ഈസി ആയിട്ട് പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. സോ അപ്പോൾ ഒരു FOMC മീറ്റിംഗ് മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഒരു ട്രേഡിലേക്കുള്ള ഒരു പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രം മതി. നമുക്കിനി EURUSD നോക്കാം. ആൻഡ് EURUSD നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ക്യാൻഡിലിൻ്റെ ഇൻസൈഡായിട്ട് തന്നെയാണ് ഒരു മൂവ്മെൻറ്റ് നടന്നിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഒരു ന്യൂസ് ഇവൻറ്റിൽ ക്രിയേറ്റ് ചെയ്തൊരു ക്യാൻഡിലായിരുന്നു ഈ കാണുന്നത്. അതിൻ്റെ ഇൻസൈഡ് ക്യാൻഡിൽസ് ആയിട്ടാണ് ഇപ്പോൾ ഒരു 3 ദിവസമായിട്ട് പോലും ആ ഇൻസൈഡ് ക്യാൻഡിലിൻ്റെ ഉള്ളിലേക്കാണ് പ്രൈസ് കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇവിടെ നമുക്കിവിടെ ഈസി ആയിട്ട് ഇവിടെ ഒരു 15 മിനിറ്റിൻ്റെ ലിക്വിഡിറ്റി നമുക്ക് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 15 മിനിറ്റിൻ്റെ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം നമുക്കൊരു പ്രോപ്പർ ബൈ സെറ്റപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഈ കാണുന്നൊരു ഹൈ വരെ EURUSD ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു ബൈ സെറ്റപ്പ് കിട്ടിയതിന് ശേഷം നമുക്ക് ഈ ഫസ്റ്റ് TP ഇതും അതുപോലെ തന്നെ ഈ കാണുന്ന ഏരിയയെ ഒരു സെക്കൻഡ് TP ആയിട്ട് കൺസിഡർ ചെയ്യാം. അതല്ല ഈ ഒരു ലോ ബ്രേക്ക് ചെയ്താണ് പോകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ കാണുന്ന 1.129 ഏരിയയിലേക്ക് പ്രൈസ് ഈസി ആയിട്ട് ഡ്രോപ്പ് ആവുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ദാറ്റ്സ് ഇറ്റ് മൈ വ്യൂ ഓൺ EURUSD ആൻഡ് ഗോൾഡ്. അപ്പോൾ ഇന്നത്തെ ന്യൂസ് ശ്രദ്ധിച്ച് പ്രോപ്പറായിട്ടുള്ള എൻട്രീസ് മാത്രം എടുക്കുക. ആവശ്യമില്ലാത്ത ട്രേഡ് മാർക്കറ്റിൽ എടുക്കാതിരിക്കുക. ആവശ്യമില്ലാത്ത ട്രേഡ് എടുത്ത് അത് ഇമോഷൻസിന് അടിമയായി പിന്നെ ആ കാണുന്ന ലോസ് റിക്കവർ ചെയ്യാനായിട്ട് അടുത്ത ട്രേഡ് എടുത്ത് ഈ ഒരു രീതിയിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. ലെസ് ട്രേഡ് എടുക്കുക തന്നെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഐഡിയ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.